ജീസസ് ഈസ് അലൈവ്. യേശു ഇന്നും ജീവിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ടോക്കിൻ്റെ വിഷയം തന്നെ ബ്യൂട്ടിഫുൾ സൈഡ് ഓഫ് ഈവിൾ, തിന്മയുടെ മനോഹരമായ വശം. തിന്മയുടെ മനോഹരമായ വശം, ബ്യൂട്ടിഫുൾ സൈഡ് ഓഫ് ഈവിൾ. ഇന്ന് ലോകത്ത് മനുഷ്യരെ നല്ലത് എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് മോശമാണ്. ഈവൻ ഇൻ മെഡിക്കൽ സയൻസ് പല മരുന്നുകളും, പല രോഗങ്ങൾക്ക് വേണ്ടി തരുന്ന പല മരുന്നുകളും ഇന്ന് പല രോഗങ്ങൾക്ക് കാരണമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അത് മെഡിക്കൽ സയൻസിൽ, അതുപോലുള്ള സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് നല്ല വശങ്ങളുടെ, പെട്ടെന്ന് കാണുമ്പോൾ നല്ല വശം, നല്ല മനോഹരമായ കാര്യമാണെന്ന് മനസ്സിലാകും. പക്ഷേ അതിൻ്റെ ഈവിൾ സൈഡ് നമ്മൾ വ്യക്തമാക്കി മനസ്സിലാക്കണം. ഇവിടെ ഞാൻ പറഞ്ഞ എൻ്റെ ടോപ്പിക്ക് തന്നെ ബ്യൂട്ടിഫുൾ സൈഡ് ഓഫ് ഈവിൾ, തിന്മയുടെ മനോഹരമായ വശം കണ്ടുപിടിക്കുക. ഒരു ബൈബിൾ വേഴ്സ് സ്റ്റാർട്ടിങ്ങിലൂടെ നമുക്ക് തുടങ്ങാം. അതായത് ഫസ്റ്റ് തെസ്സലോനിയർക്കാർക്ക് പൗലോസ്ലീഹ എഴുതിയ ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായം, അതിൻ്റെ 21, 19, 20, 21, 19, 20, 21 of chapter 5 of 1 Thessalonians. Do not quench the spirit. നിന്റെ ആത്മാവിനെ കെടുത്തരുത്. Do not despise prophecies. പ്രവചനം തള്ളിക്കളയരുത്. Test all things. Hold fast what is good. Abstain from every form of evil. Test all things. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം, എക്സാമിൻ, പരിശോധിക്കണം, പരീക്ഷിക്കണം. ആൻഡ് ഹോൾഡ് ഫാസ്റ്റ് വാട്ട് ഈസ് ഗുഡ്. അതിൽ തിരഞ്ഞെടുക്കുക, നല്ലതു മാത്രം തിരഞ്ഞെടുക്കുക. അബ്സ്റ്റെയിൻ ഫ്രം എവറി ഫോം ഓഫ് ഈവിൾ. തിന്മയുടെ എല്ലാ രീതിയിലുമുള്ള മേഖലകളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. പ്രൈസ് ദി ലോർഡ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട മനോഹരമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, ഞാനൊരു സഭേനെയോ സഭാ നേതൃത്വത്തിനെയോ വൈദികരെയോ അല്ലെങ്കിൽ ക്ലേർജി ലെവലുള്ള അല്ലെങ്കിൽ ലിറ്റർജിയോ ഒന്നും അല്ല ഞാൻ, അവർക്കെതിരായിട്ടോ ഒന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ലിസൺ കെയർഫുള്ളി. ഇന്ന് ഒരു സംഭവം ഉണ്ടായി. ഇന്ന് ഞാൻ ബിസിനസ് സംബന്ധമായിട്ട് കാസർഗോഡ് വരെ പോവുകയായിരുന്നു. ഞാൻ കാഞ്ഞങ്ങാട് വരെ ഡ്രൈവ് ചെയ്തു. അതിന് ശേഷവും ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ വഴി സൈഡിൽ എൻ്റെ ഒരു പഴയ സുഹൃത്ത് വേറൊരു വ്യക്തിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഒരു മുസ്ലിം സുഹൃത്താണ്, പഴയ സുഹൃത്താണ്, കുറേ നാളുകൾക്ക് ശേഷം കാണുകയാണ്. അപ്പം ഞാൻ ചെന്നു. അപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഹലോ മിസ്റ്റർ ടൈറ്റസ്, എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുറേ നാളായാലോ കണ്ടിട്ട്, എന്തുകൊണ്ട് വിശേഷം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ഈ ഇടയ്ക്ക് ഞാൻ കണ്ടിരുന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് കണ്ടത്? യൂട്യൂബിൽ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ. അപ്പോൾ നിങ്ങളിപ്പം ധ്യാന ഗുരുവാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, സുവിശേഷകനാണ്, സുവിശേഷം പറയും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചില പ്രവർത്തനങ്ങളെ കണ്ടു. നിങ്ങൾ തലയിൽ കൈ തൊടുമ്പോൾ താഴെ വീഴുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, എന്തൊക്കെയോ ഭാഷകൾ സംസാരിക്കും. ഇതൊക്കെ എന്താണ് സംഭവം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതൊക്കെയുണ്ട്, നിങ്ങൾ വാ, നമ്മുടെ റൂഹ ധ്യാനത്തിലേക്ക് കടന്നു വരാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു മുസ്ലിം സഹോദരനാണ്, എൻ്റെ ഒരു സുഹൃത്താണ്, പഴയ സുഹൃത്താണ്, റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള പരിചയമുള്ള.
അപ്പോൾ അതേ എന്നോട് ചോദിച്ചു, ഈ ഇടയ്ക്ക് ഞാനൊരു ക്രിസ്തീയ കല്യാണത്തിന് പോയായിരുന്നു ചോദിച്ചു, എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എവിടെയാണ്? അവർ നമ്മുടെ അടുത്തുള്ളൊരു പട്ടണത്തിൻ്റെ ഒരു ചർച്ചിൻ്റെ പേര് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ മകളുടെ കല്യാണമായിരുന്നു, അപ്പോൾ അങ്ങനെ അവിടെ പോയി. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഈ വിശേഷപ്പെട്ട ഒരു കുർബാനയിൽ സംബന്ധിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം, ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് 2 ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ ഞാൻ സ്റ്റക്കപ്പായി പോയി, എനിക്ക് ഉത്തരം മുട്ടിപ്പോയി. വാസ്തവത്തിൽ ബൈബിൾ സംബന്ധമായിട്ട് എന്ത് കാര്യം ചോദിച്ചാലും പറയാൻ കപ്പാസിറ്റി ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ മുസ്ലിം ഫ്രണ്ട്, എൻ്റെ ഒരു വെരി ഓൾഡ് ഫ്രണ്ട് എന്നോട് ഇത് ചോദിച്ചപ്പോഴെനിക്ക് പെട്ടെന്ന് മറുപടി പറയാൻ പറ്റിയില്ല, സ്റ്റക്കപ്പായി പോയി. അദ്ദേഹം ചോദിച്ച 2 ചോദ്യവും നമ്മൾ ആഴമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആദ്യത്തെ ചോദ്യം അദ്ദേഹം പറയാണ്, നിങ്ങളുടെ കുർബാനയുടെ അവസാനം നിങ്ങളുടെ അച്ഛൻ പ്രാർത്ഥിച്ചു വയ്ക്കുന്ന ഒരു അപ്പമുണ്ട്, അത് നിങ്ങൾ അവിടെ ഒരു ബോക്സിൽ എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ സക്രാരി എന്ന് പറയുന്ന കാര്യം അറിയത്തില്ല, ഞാൻ പിന്നീട് പറഞ്ഞു കൊടുത്തു. ആ ബോക്സിൽ വെച്ച് താക്കോലിട്ട് പൂട്ടുന്നതെന്താണ്? അത് ക്രിസ്തുവാണെങ്കിൽ ക്രിസ്തുവിനെ എന്തിനാണ് നിങ്ങൾ പൂട്ടിയിടുന്നത്? ഒരു 1/4 മണിക്കൂർ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ആ വ്യക്തി എന്നോട് സംസാരിക്കുന്നത്. ഇങ്ങനെ ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു അതൊക്കെ ഒരു വലിയ മിസ്റ്ററിയാണെന്ന് പറഞ്ഞു, ഒരു രഹസ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഖുറാനിൽ ഈസാ നബിയെ കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഈസാ നബി എന്നല്ലല്ലോ പറയുന്നത്, ഈസാ മിസിയ എന്നല്ലേ പറയുന്നതെന്ന് ചോദിച്ചു. അതെ, പക്ഷേ പൊതുവായിട്ട് നബി എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു എനിക്കതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല, പക്ഷേ ചില കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ബൈബിൾ പറയുന്ന യേശു ഈ പറയുന്ന ഖുറാനിൽ പറയുന്ന ഈസാ നബി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആ ഒരു തർക്ക വിഷയമായിട്ട് എടുത്തില്ല, പക്ഷെ വളരെ ഡെലിക്കേറ്റഡ് സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ വളരെ സ്നേഹത്തോടു കൂടി അയാളെ കൈകാര്യം ചെയ്തു. ഞാൻ ഇദ്ദേഹത്തിനോട് എന്ത് മറുപടി കൊടുക്കണമെന്ന് എനിക്കറിയില്ല. യേശു എപ്പോഴെങ്കിലും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ പൂജിക്കുന്നു? ആ എന്തുകൊണ്ട് എന്നുള്ള എൻ്റെ ഉത്തരം എനിക്ക് പറയാൻ പറ്റിയില്ല.